തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 2 വാർത്താ സമ്മേളനങ്ങളിലും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ല എന്നായിരുന്നു. എന്നാൽ പിന്നീട് അത് തിരുത്തി CPI അടക്കമുള്ള ഘടകകക്ഷികൾ രംഗത്തെത്തുകയും ചെയ്തു. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനം വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ആ കടുത്ത നിലപാടിൽ നിന്ന് CPM ഒരല്പം പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ശബരിമല തിരിച്ചടിയായോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദൻ നൽകിയ മറുപടി പ്രതിപക്ഷം എത്രത്തോളം ആഗ്രഹിച്ചോ അത്രത്തോളം തിരിച്ചടിയായിട്ടില്ല, അവരുദ്ദേശിച്ച തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നാണ്. അതായത് പൂർണ്ണമായും തിരിച്ചടി ആയിട്ടില്ല എന്ന നിലപാടിൽ നിന്ന് CPM പതിയെ പിന്നോട്ട് പോകുന്നു എന്നതാണ് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് പാർട്ടിയുടെ 2 ദിവസങ്ങളായി നടന്ന സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു നിലപാടിലേക്ക് സംസ്ഥാന സെക്രട്ടറി എത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. എന്തായാലും നോക്കൂ, എന്നിട്ടും പക്ഷേ മുൻപെടുത്ത ചില നിലപാടുകളിൽ നിന്ന്, അതായത് ഈ കുറ്റക്കാരെന്ന് കണ്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ള പത്മകുമാർ അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടിയില്ല, തൽക്കാലം നടപടിയില്ല എന്ന മുൻ നിലപാടിൽ CPM സംസ്ഥാന സെക്രട്ടറി ആ പാർട്ടി പൂർണ്ണമായും ഉറച്ചു നിൽക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നും അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചല്ല നടപടിയെടുക്കുന്നത്, അങ്ങനൊരു പാർട്ടിയല്ല CPM. ഇപ്പോൾ അറസ്റ്റ് ചെയ്തു വന്നതിനപ്പുറത്തേക്ക് കുറ്റപത്രം വരട്ടെ എന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞത് കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ, അതിനുശേഷം കുറ്റക്കാരാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ, അതിനുശേഷം പാർട്ടി നടപടി എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കട്ടെ, ആ കുറ്റപത്രം പരിശോധിച്ചതിന് ശേഷം ഇവർക്കെതിരെ നടപടി എന്ന നിലയിലേക്ക് ഒരു നിലപാടിൽ ചെറിയൊരു അയവുണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും തിടുക്കപ്പെട്ട നടപടിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നോക്കൂ, ആദ്യം വാസു ആയിരുന്നു. വാസു അറസ്റ്റിലാവുന്നു. വാസു CPMന്റെ ഒരു സാധാരണ പാർട്ടി അംഗം മാത്രമാണ്. പക്ഷേ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെയായി ആ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഉണ്ടായിരുന്ന ആളല്ല. പത്മകുമാർ പക്ഷേ അങ്ങനെയല്ല. പത്മകുമാർ പാർട്ടിയുടെ പത്തനംതിട്ടയിലെ മുഖമാണ്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, 10-45 വർഷക്കാലം ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ജയിലിൽ തുടരുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള വിജയകുമാർ CPMന്റെ പ്രധാനപ്പെട്ട സർവീസ് സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നു. ഇപ്പോൾ അദ്ദേഹം CPMന്റെ തിരുവല്ലം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ്. അതായത് പാർട്ടി നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുള്ള പാർട്ടിയുടെ സർവീസ് സംഘടന എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം, ഏത് പാർട്ടിയുടെ ആയാലും അവരുടെ സർവീസ് സംഘടനയുടെ സംസ്ഥാന നേതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർട്ടി നേതൃത്വവുമായി അത്രമേൽ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ആ ഒരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് പത്മകുമാർ പ്രസിഡന്റായിരുന്ന 2019 ഭരണസമിതിയിലേക്ക് CPMന്റെ നോമിനിയായി വിജയകുമാറിനെ CPM നിയമിക്കുന്നത്. കാരണം പാർട്ടിക്ക് അത്രമേൽ വേണ്ടപ്പെട്ടവനാണ്, പാർട്ടിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെയാണ് അത്തരമൊരു പോസ്റ്റിലേക്ക് നിയമിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പത്മകുമാറും വിജയകുമാറുമായിരുന്നു അന്ന് പാർട്ടിയുടെ നോമിനികളായി ആ ബോർഡിൽ ഉണ്ടായിരുന്നത്. പത്മകുമാർ പ്രസിഡന്റായും വിജയകുമാർ ഈ ബോർഡ് അംഗമായും CPMന്റെ ബോർഡ് അംഗമായിട്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 പേരും അറസ്റ്റിലാവുകയാണ്. ഇനി എന്തു പറഞ്ഞ് CPMന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. അതായത് പാർട്ടി അന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ള ആ ഭരണസമിതിയിലെ CPMന്റെ 2 പ്രതിനിധികളും ആ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോകുന്നു. ഒരാൾ ജയിലിലാണ്, മറ്റൊരാൾ ജയിലിലേക്ക് പോകുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമാണ്.